ഇത്രയും ഒരു എനർജി ചെയ്യണം വേറെ നടയില്ല, അത് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ഈ സിനിമ കണ്ടിറങ്ങുമ്പം അത്ര രോമാഞ്ചമാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക്. ഇതേപോലെ ഒരു നടന് ഇത്ര വയസ്സിൽ ഒരു നടന് ഇത്ര എഫക്ട് എടുത്ത് ചെയ്യില്ല. മമ്മൂട്ടി മാസാണ്, അടിപൊളിയാണ്. ടർബോ ജോസിനെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാ കഥാപാത്രങ്ങളെയും അഭ്രപാളികളിൽ എത്തിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള മമ്മൂക്ക ഇത്തവണയും മലയാള സിനിമയെ തൂക്കിയെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ടർബോ റിലീസായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കണ്ടുവരാം. നല്ല മൂവിയാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു നെക്സ്റ്റ് പാർട്ട് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നല്ല ആക്ടിംഗ് ആയിരുന്നു എല്ലാവരും. ഹീറോയിൻ ആണെങ്കിലും എന്തോ ഭയങ്കര വ്യത്യാസപ്പെട്ടൊരു അഭിനയമായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആക്ച്വലി നോർമലി പ്രതീക്ഷിക്കുന്ന ഒരു വില്ലനെ പോലെയല്ല, കുറച്ച് വെറൈറ്റി മൂവ്സും, അതായത് ഓവറോൾ ലുക്കിലല്ല അഭിനയം കൊണ്ട് മാത്രം കിടിലനാണെന്ന് പ്രൂവ് ചെയ്തു. നല്ലതായിരുന്നു. ആക്ച്വലി ബ്രഹ്മയുഗം എന്ന് പറയുന്നത് വെച്ചാൽ മമ്മൂക്ക അങ്ങ് എൻ്റയർലി വേറെ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച് പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും പഴയ പവർ ബാക്ക് ആയിട്ട് തിരിച്ചു വരാമെന്ന് പറയുമ്പം ഭയങ്കര അക്സെപ്റ്റബിൾ ആയിരുന്നു. ഓവറോൾ മമ്മൂട്ടി നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അപ്പം അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ ഒരഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയാം. കാരണം അത്ര മാത്രയ്ക്കും 2.5 മണിക്കൂറും മമ്മൂക്ക ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് തോന്നില്ല. മമ്മൂക്ക 73 വയസ്സായിട്ടും ഈ സിനിമ കണ്ടിറങ്ങുമ്പം അത്ര രോമാഞ്ചമാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക്. 2.5 മണിക്കൂർ മമ്മൂക്ക അഴിഞ്ഞാടുകയാണ്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. മമ്മൂക്ക ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ സിനിമ എൻ്റെ ശ്വാസം നിലച്ചു പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ആയുസ് കിട്ടട്ടെ, പ്രാർത്ഥിക്കുകയാണ് അതിനുവേണ്ടി. അത്രമാത്രം ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2.5 മണിക്കൂർ ഇത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തരുമെന്ന് പറഞ്ഞിട്ട് അത് നിശ്ചയമായി ആ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഈ സിനിമ കണ്ടെത്തിയത്. അപ്പം ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനൊരു ഫാൻസുകാരനാണ്, ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്ക്, അല്ലെങ്കിൽ മമ്മൂക്കയെ കൊണ്ടു നോക്ക് എന്ന് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണേണ്ട സിനിമയാണ്. 100 അല്ല 200 കോടി ഉറപ്പായിട്ട് കയറും. മറ്റ് ഇൻഡസ്ട്രികളിൽ മലയാള ഫിലിം എന്താണെന്നുള്ളത് ഇത്രയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 10 ഇരട്ടി ഉണ്ട്. ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും 2024 ഇറങ്ങിയ എല്ലാ സിനിമയിലെയും 10 ഇരട്ടി പവറുള്ള ഐറ്റമാണ് ഇന്ന് കണ്ടത്. ഒരു രക്ഷയില്ല, അടിപൊളി സിനിമ, മാസ്. രക്ഷയില്ല, ഒന്നും പറയാനില്ല. നമുക്ക് വൈശാഖ് ബന്ധുവാൻ തോന്നുന്നു ഒരു രക്ഷയില്ല. കാരണം 100 കോടിയിൽ 150 കോടി അടിക്കും. സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡി ഉണ്ട്, പിന്നെ നല്ല ഫൈറ്റും ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഏകദേശം 100 കോടിക്ക് മുകളിൽ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ, ടർബോ കലക്കിയോ? ടർബോ പൊളിച്ചടുക്കി, കലക്കി എന്നല്ല, അതൊക്കെ മേലെ. എന്താ പറയുക, മമ്മൂട്ടി കമ്പനിയുടെ എല്ലാവരും ബ്രാൻഡാണ്. മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന പടങ്ങളെല്ലാം ഇപ്പോൾ ഒരു ബ്രാൻഡ് ആയി മാറിക്കഴിഞ്ഞു. അതിൽ ഈ ടർബോ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചിത്രമായിരുന്നു. മമ്മൂട്ടി കമ്പനി ഇത്രയും ചെയ്ത കണ്ണൂർ സ്ക്വാഡാവട്ടെ, കാതലാവട്ടെ, ചെയ്ത പടങ്ങളെല്ലാം വെച്ച് നോക്കണേ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള പടങ്ങൾ മമ്മൂക്ക പറഞ്ഞതാണ്. അതിനുള്ള സാധനം ഇതിലുണ്ട്. ഈ സ്കൂളിൽ തുറക്കുന്നതിന് മുന്നേ കുട്ടികളുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ നിന്ന് ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് പോകാനുള്ള സാധനമുണ്ട്. ക്ലൈമാക്സിൽ എന്താ പറയുക, ഒരു 10-15 മിനിറ്റ് ഒരു മാസ് ഒരു ഫൈറ്റ് തന്നെ ഉണ്ട്. ഒരു രക്ഷയില്ല. അതായത് പിള്ളേരുടെയൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാം, സൂപ്പർ സിനിമ, നന്നായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി പടം. എങ്ങനെയുണ്ട് ചേച്ചി പടം? അടിപൊളി, നന്നായിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വ്യത്യസ്തത ചെയ്യുന്ന ഒരേ ഒരു നടൻ ആരെന്ന് ചോദിച്ചില്ല, അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, മമ്മൂക്ക. ബ്രഹ്മയുഗം എവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ടർബോ എവിടെ കിടക്കുന്നു, പുള്ളി ഓരോ ക്യാരക്ടറിനനുസരിച്ച് പുള്ളി അങ്ങ്, നമ്മളിപ്പോൾ മറ്റുള്ള നടന്മാരെ നോക്കണമെങ്കിൽ ചില സീനൊക്കെ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ ഒരേപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ മമ്മൂക്കയിൽ അതില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ ഓരോ കഥാപാത്രം, ഇപ്പോൾ ടർബോ ജോസ് ആണ്. അത് അതിലുള്ള കാര്യങ്ങൾ വേറെ ഒരു പടത്തിലോ പുള്ളി ആ ഒരു മുഖഭാവമോ അല്ലെങ്കിൽ ആ പുള്ളിയുടെ ആ ഒരു സീക്വൻസോ ഒന്നും വന്നിട്ടില്ല. പുള്ളി വേറൊരാളാണ്. അതാണ് പുള്ളിയുടെ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ ഒരു മലയാളികൾക്ക് കിട്ടിയ ഒരു അഭിമാനം എന്ന് പറയുന്നത്. പുള്ളിയിൽ നിന്ന് വ്യത്യസ്തത അത് ഉറപ്പായിട്ടും അത് ഇനിയും ഉണ്ടാവും. ഒരു രക്ഷയില്ല. ഞാൻ ആ പുള്ളിയുടെ വലിയ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ പടമാണ് ഞാൻ പുള്ളിയുടെ കണ്ടത്. പക്ഷേ എന്താ പറയുക, നായകനേക്കാളും നായകൻ്റെ കൂടെ എന്താ പറയുക, അങ്ങ് ഇടിച്ച് നിൽക്കുകയാണ് പുള്ളി. ഒരു രക്ഷയില്ല. അപ്പോൾ ടർബോ സിനിമ മലയാളികൾ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. എന്ത് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ അത് അതിജീവിക്കും, അതിനൊരു സംശയവുമില്ല. ക്യാമറമാൻ ബിനോജ് വി സോമനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.